എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മോശം വാക്ക് കേട്ട് വേദനിച്ച് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ നിശബ്ദമായി പോയിട്ടുണ്ടോ? ദേഷ്യപ്പെട്ടോ വഴക്കിട്ടോ അല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടാതെ അതേസമയം അവരെ അവരുടെ തെറ്റ് മനസ്സിലാക്കിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ചാണ്. ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ ദേഷ്യപ്പെട്ടും വഴക്കിട്ടും സമയം കളയാതെ ശാന്തമായി എന്നാൽ ശക്തമായി എങ്ങനെ പ്രതികരിക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം അവരെ വേദനിപ്പിക്കുക എന്നല്ല, മറിച്ച് സ്വയം ബഹുമാനിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നതാണ്. അപമര്യാദയായി പെരുമാറുന്നവർ പല തരത്തിലുണ്ട്. അവരുടെ പെരുമാറ്റത്തിനനുസരിച്ച് നമുക്ക് പ്രതികരണങ്ങളും മാറ്റാൻ സാധിക്കും. ചില ആളുകൾ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായൊരു അഭിപ്രായം നേരിട്ട് പറയും. ഉദാഹരണത്തിന്, നിങ്ങൾ ഇത്ര വിവരമില്ലാത്ത ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനെ ഒരു കമൻറ്റ് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദേഷ്യപ്പെടാതെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുക. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അത്തരത്തിലൊരു കാര്യം പറഞ്ഞത്? ഈ ചോദ്യം അവരെ ആശയക്കുഴപ്പത്തിലാക്കും. അവർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ ലക്ഷ്യം നിങ്ങളെ വേദനിപ്പിക്കുക എന്നത് മാത്രമാണ്. അതിനൊരു കാരണം പറയാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവരുടെ വാക്കുകളുടെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആളുകൾ നിങ്ങളെക്കുറിച്ച് വളരെ നിസ്സാരമായി എന്തെങ്കിലും പറഞ്ഞ് കടന്നു പോകും. ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കും അത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നതെന്ന് അവരോട് പങ്കുവെക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വാക്ക് എന്നെ വേദനിപ്പിച്ചു എന്ന് തുറന്നു പറയുക. ഈ മറുപടിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ അവരുടെ മോശം പെരുമാറ്റം ശ്രദ്ധിച്ചു എന്ന് സൂചിപ്പിക്കുകയും ഒപ്പം നിങ്ങൾക്കത് വേദനയുണ്ടാക്കിയെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും അവരുടെ തെറ്റ് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ നമുക്ക് ശക്തമായി പ്രതികരിക്കാൻ കഴിയും. ഒരാൾ നിങ്ങളെ കളിയാക്കി എന്തെങ്കിലും പറഞ്ഞ ശേഷം അവർ നിങ്ങളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഒന്നും മിണ്ടാതെ ഒരു നോട്ടം കണ്ട് മറുപടി പറയുക. നിങ്ങളുടെ ഈ വാക്കുകൾക്ക് എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിനുള്ളിൽ പറഞ്ഞുകൊണ്ട് ചെറുതായൊന്ന് പുഞ്ചിരിച്ച് നിങ്ങളുടെ കാര്യം തുടർന്ന് ചെയ്യുക. ഇത് അവരുടെ കളിയാക്കലുകളെ നിങ്ങൾ അവഗണിക്കുകയും ഇത് മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവരുടെ ലക്ഷ്യം പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മളുമായി വളരെ അടുപ്പമുള്ള ആളുകളായിരിക്കും മോശമായി പെരുമാറുന്നത്. സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ കളിയാക്കുക. അങ്ങനെയുള്ളപ്പോൾ ആ ബന്ധത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. നമ്മുടെ സൗഹൃദം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സംസാരം ഒഴിവാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പെരുമാറ്റം നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുക. ഈ വാക്കുകൾ അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും നിങ്ങൾ അവരുടെ മോശ സ്വഭാവം അംഗീകരിക്കുന്നില്ലെന്നും അതിനൊരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഇതിൽ നിന്നും വ്യക്തമാക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ആരോടും വഴക്കിടാൻ പോകുന്നില്ല, അല്ലേ? പകരം അവരുടെ മോശം പെരുമാറ്റത്തെ അവരുടെ തന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ ശാന്തമായി പ്രതികരിക്കുമ്പോൾ നമ്മൾ വൈകാരികമായി തകരുന്നില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ ഒരു കാരണം നൽകുകയും ചെയ്യും. നിങ്ങളുടെ ആത്മാഭിമാനം നിങ്ങളുടെ കൈകളിലാണ്. മറ്റൊരാളുടെ മോശം വാക്കുകൾക്ക് അതിനെ തകർക്കാൻ കഴിയില്ല. ഇനി ഒരാൾ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് പ്രതികരിക്കാതെ ഈ തന്ത്രങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ മാത്രമല്ല, മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കാനും സഹായിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്.